ഹായ്, താങ്ക് യു ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്തതിന്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന കറി തക്കാളിക്കയും തൈരും കൂടെ ഉള്ളൊരു നല്ലൊരു റെസിപ്പിയാണ്. നല്ല ചോറിനൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മളൊരു ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു 1/4 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കുഞ്ഞുഞ്ഞായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജീരകം വേണമെങ്കിൽ ഇച്ചിരി ജീരകവും നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. പെരുംജീരകമല്ല, സാധാ ജീരകവും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു 2 പച്ചമുളക് ഇതുപോലെ സ്ലൈസായിട്ട് കുഞ്ഞുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ നല്ലതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു 5 ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതുപോലെ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ തക്കാളിയും ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. വേണമെങ്കിൽ ആവശ്യത്തിന് ഓയിൽ വേണം, സ്വല്പം ഓയിലും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാൻ കുഴപ്പമില്ല. ഇനി ഇതൊരു 4 മിനിറ്റോളം ഇതൊന്ന് അടച്ചു വെക്കാം. നല്ലതായിട്ടൊന്ന് തക്കാളി നല്ലതായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. തക്കാളി അതൊന്ന് വെന്ത് കുഴഞ്ഞ് കിട്ടട്ടെ. നല്ലതായിട്ട് വെന്തൊന്ന് കുഴഞ്ഞ് കിട്ടുന്ന പരുവാക്കണം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലതായിട്ടൊന്ന് വഴന്ന് കിട്ടട്ടെ. ഇപ്പം ഞാൻ അതിനകത്തൊരു 1/4 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഉപ്പ് നമുക്ക് ലാസ്റ്റിൽ ആവശ്യമനുസരിച്ച് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊന്നുകൂടെ ചൂടൊന്ന് വഴന്ന് വരാൻ വേണ്ടി അടച്ചു വെക്കാം. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെയുള്ളൊരു കറി തന്നെയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇതുപോലെ തന്നെ റെസിപ്പി ഒന്ന് കുക്ക് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇതൊന്ന് അടച്ചു വെക്കുക, ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി. ചോറിനൂടെ ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ തക്കാളി ഇവിടെ വഴന്ന് കിട്ടിയിരിക്കുകയാണ്. ഈ ഒരു ലെവൽ മതി. നമുക്ക് നല്ലതായിട്ട് തന്നെ വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ടോ, ഇത്രയുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 3 പേർക്കുള്ള റെസിപ്പിയുടെ കറി മാത്രമേ ഞാൻ ഇവിടെ ചേർക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ നേരം അതനുസരിച്ചുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ സ്വല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ കറിവേപ്പിലയും കൂടി ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതുപോലെ നല്ലതായിട്ട് മിക്സ് ആക്കി എടുക്കുക. അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് കട്ട തൈരാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ തൈര് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ വെക്കണം. തൈര് പിരിഞ്ഞു പോവില്ലേ. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ലോ ഫ്ലെയിമിൽ വെച്ച് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതുപോലെ 1 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം അങ്ങ് ഗ്യാസ് നിർത്തിയേക്കണം. കാരണം തൈര് പിരിഞ്ഞു പോവില്ലേ. അപ്പം ഒത്തിരി മീഡിയം ഫ്ലെയിമൊന്നും വെക്കല്ലേ. ഒന്ന് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനിയും കടുക് പൊട്ടിക്കാം. ഒരു 2 ടേബിൾ സ്പൂണ് ഓയിലിൻ്റെ അകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഒരു 5-6 കറിവേപ്പില, അതിലേക്ക് ഒരു 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത്തിരി 3 പേരുടെ കറി മാത്രമേ ഇത് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ നേരം അതിനനുസരിച്ച് സാധനങ്ങൾ കൂടുതൽ ചേർക്കാം. ഇത് ഗ്യാസ് നിർത്തിയതിന് ശേഷം മാത്രം വേണ്ടി ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മുളക് പൊടി കരിഞ്ഞു പോയിരിക്കാനാണ് ഗ്യാസ് നിർത്തിയതിന് ശേഷം. ഓൾറെഡി ഫ്രൈ പാൻ ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ച് കിട്ടിയാൽ മതിയല്ലോ. അതുകൊണ്ട് ഗ്യാസ് നിർത്തിയതിന് ശേഷമായാലും ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇത് കരിഞ്ഞു പോയിരിക്കാൻ വേണ്ടി ഗ്യാസ് ഓഫ് ചെയ്തേക്കാൻ പറഞ്ഞ്. ഇനി നമുക്കിതൊന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് കടുക് പൊട്ടിച്ചൊന്ന് താളിച്ച് കൊടുക്കാം. അപ്പം ഇതൊഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിനി ഗ്യാസ് നിർത്താം കേട്ടോ. ഇനിയും ചൂടൊന്നും കൊടുക്കണ്ട. ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഞാനൊരു 1 നുള്ള് ഉലുവാപ്പൊടിയും ഒരു നുള്ള് കായപ്പൊടിയും ചേർക്കുന്നു. ഇത് 1/4 ടീസ്പൂൺ വീതം ഞാൻ ചേർത്തിട്ടില്ല. 1 നുള്ള് മാത്രമേ ഉള്ളൂ. 1/4 ടീസ്പൂണിൻ്റെ സ്വല്പം കൂടെ കുറവാണ്. അപ്പോൾ ഇതുകൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ നിങ്ങൾ ഇളക്കി കൊടുക്കുക. അപ്പം ഇതൊരു 3 പേരുടെ റെസിപ്പി ആയതുകൊണ്ടാണ് ഇപ്പോൾ ആ ഉലുവാപ്പൊടിയൊക്കെ നമ്മൾ കുറച്ച് ചേർത്തത്. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ അതനുസരിച്ച് നമുക്ക് കൂടുതൽ ചേർക്കാം. പിന്നെ ഞാനിപ്പോൾ ഈ ഒരു ലെവലിൽ നമുക്ക് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവുണ്ട്, നമുക്ക് ഇവിടെ ഉപ്പ് ഇനി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് മതിയായിരുന്നു. 1/4 ടീസ്പൂൺ ഉപ്പ് വേണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നിങ്ങൾ ടേസ്റ്റ് എന്ന് നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെയുള്ളൊരു തക്കാളിക്കയും തൈരും കൂടെ ഉള്ളൊരു റെസിപ്പി ഈ ഒരു പരുവത്തിൽ കിട്ടണം. ഒത്തിരി ഗ്രേവിയുടെ ആവശ്യമില്ല. ഈ ഒരു പരുവത്തിൽ കിട്ടണം. ഒത്തിരി ഗ്രേവി വേണ്ട. അപ്പോൾ ചോറിനോടൊക്കെ നല്ലൊരു ടേസ്റ്റി ആയിട്ട് തന്നെയുള്ള റെസിപ്പിയാണ്. ഉറപ്പായിട്ടും കുക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും വീഡിയോയ്ക്ക് തൊട്ട് താഴെ തന്നെ അറിയിക്കുക. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ഉറപ്പായിട്ടും ഇതുപോലെ തന്നെ കുക്ക് ചെയ്യാൻ നോക്കുക.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.